പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ തനിനാടൻ കർഷക ഫാമിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും നമ്മുടെ വഴികാട്ടിയുമായിട്ടുള്ള സുനിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ മാലി കൃഷിയെക്കുറിച്ചും മാലിയുടെ പുഴുക്കേട് അതുമായിട്ട് ബന്ധപ്പെട്ട ഫംഗി പ്രോബ്ലംസൊക്കെ എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാനൊക്കെയായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് നമുക്ക് ശ്രമിക്കാം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫംഗിസൈഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മളൊരു ചുവട്ടില ഏറാമലെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ നമുക്ക് പുതിയ കിളിപ്പുകളൊന്നുണ്ടോ നല്ല രീതിയിൽ പുതിയ കിളിപ്പുകൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയ ഇല വരുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ പൂക്കളും കായും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അതെന്തായാലും ആ വളം കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലുള്ളൊരു ആദായം എടുക്കാൻ പറ്റും. പിന്നെ ഇതുണ്ടോ ഒരു ചെറിയ ഫംഗസ് കേടൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ പ്രാവണത്തെ ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി. അതെല്ലാം പുതിയ ഇല കയറി പിടിക്കാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി ഇപ്പോൾ വളം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഈ ശിഖരം ഇങ്ങനെ അങ്ങ് നീണ്ടു പോകും. അപ്പോൾ 4 സൈഡിൽ നിന്നും അങ്ങനെ വരും. അപ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശിഖരത്തിൻ്റെ അറ്റത്ത് ഒരു വള്ളി അത് കുറച്ച് ലൂസാക്കി, അപ്പം ശിഖരം വണ്ണം വെച്ചാലും ടൈറ്റായി പോകാത്ത രീതിയിൽ ഒരു വള്ളി വലിച്ച് കെട്ടിയിട്ട് ഇതിൻ്റെ അറ്റത്തേക്ക് വലിച്ച് കെട്ടുക. അതുപോലെ ഈ 4 സൈഡിലേക്ക് ഇത് നീണ്ടു വരും. ആ വരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ വലിച്ച് കെട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുഴുവിനുള്ള സാധ്യത കൂടുമ്പോൾ പുഴുവിനുള്ള മരുന്ന് അടിച്ച് കൊടുക്കുക. ഇടയ്ക്ക് ഫംഗിസൈഡുകൾ കൊടുക്കണം. പിന്നെ ഇച്ചിരി ചൂട് കൂടി കഴിയുമ്പോൾ ത്രിപ്സിൻ്റെ ആക്രമണമാണ് ഏറ്റവും ശക്തമായിട്ട് വരാൻ സാധ്യത. ത്രിപ്സ് എന്ന് പറയുന്ന സാധനമാണ് ഈ മാലിമുളകിൻ്റെ ഏറ്റവും വലിയ ശത്രു. നമുക്കത് പിന്നെ നമുക്ക് ഏലത്തിന് വരുന്ന പോലുള്ള ത്രിപ്സ് അല്ല വരുന്നത്. ഈ പൂവിനകത്ത് ത്രിപ്സ് കയറി കഴിഞ്ഞാൽ ഒരു 7-8 ത്രിപ്സ് ആയിരിക്കും അതിനകത്ത് ഇരിക്കുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാണ് ഡെലിഗേറ്റ് എന്ന് പറയുന്ന മരുന്നാണ് അതിനെ ഏറ്റവും നല്ല കൺട്രോളായിട്ട് കണ്ടിട്ടുള്ളത്. ഞാനൊരു 6-7 വർഷമായിട്ട് മാലിമുളക് കൃഷി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്ന ആളാണ്. ഡെലിഗേറ്റാണ് ഏറ്റവും നല്ല റിസൾട്ട് അതിന് കിട്ടിയിട്ടുള്ളത്. അത് ആ പൂക്കളിനകത്ത് അതുപോലെ ത്രിപ്സ് കയറി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പൂവ് അറ്റം കരിഞ്ഞും ഉണ്ടാകുന്ന ചെറിയ കായ ഒരുമാതിരി ചെറിയ ഈ കുരുമുളക് പോലത്തെ ചെറിയ വലിപ്പത്തിലാണ് വരുന്നത്. അത് മാറ്റിയെടുക്കാനായിട്ട് ഡെലിഗേറ്റിന് കഴിഞ്ഞുള്ള നല്ലൊരു മരുന്നില്ല. എല്ലാവരും അതുപോലെ മാലിമുളക് കൃഷിക്കാരെല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ ചൂട് കൂടുന്ന സമയത്ത് പൂവിനകത്ത് ഇത് ത്രിപ്സ് കയറുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി.